നമസ്കാരം. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് കേരളത്തിൽ പ്രവർത്തന രംഗത്തും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിതത്തിലുമൊക്കെ വലിയ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതുയുഗ തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും റവന്യൂ വകുപ്പിന് ഉള്ള ഒരു പ്രാധാന്യം ഞാൻ എടുത്തു പറയേണ്ടതില്ല. കേരളത്തിലെ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ സ്പർശിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്നത് റവന്യൂ വകുപ്പുമായിട്ടാണ്. വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ നീണ്ടു കിടക്കുന്ന സേവനങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. ജനങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ട്, അവരുടെ നികുതിയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് റവന്യൂവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ രംഗത്ത് ചെയ്യാവുന്ന പരമാവധി സേവനങ്ങൾ ഇന്ന് റവന്യൂ വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ കുരുക്കഴിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വില്ലേജ് ഓഫീസ് മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെയുള്ള റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഏറ്റവും സജീവമായി അത്തരം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ വേഗത്തിലും അതിവേഗവും സുതാര്യവുമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾ അവന് ഒരു കണ്ണീരിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് തീർക്കുവാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ശ്രമം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ലക്ഷ്യം അത് തന്നെയാണ്. ജനങ്ങൾക്ക് ഏറ്റവും പ്രയാസരഹിതമായ അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കുവാനുള്ള നടപടികൾ റവന്യൂ വകുപ്പിൽ നിന്ന് ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാവരും, ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എല്ലാവരും ആ കാര്യത്തിൽ അതീവമായ താല്പര്യം കാണിക്കും. ഒരു പുതിയ മാറ്റം ഇന്ന് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരിക്കൽ കൂടി എല്ലാവരുടെയും, ഉദ്യോഗസ്ഥരുടെയും സാധാരണ ജനങ്ങളുടെയും ഒക്കെ സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.